ഓക്കെ, അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കാസ്കേഡഡ് ഫോമിനെ കുറിച്ച് കംപ്ലീറ്റ് പറഞ്ഞിരുന്നു. അതിന് ഹോംവർക്ക് ഞാൻ തന്നിരുന്നു, നിങ്ങൾ ചെയ്തിട്ടില്ല. സോ നെക്സ്റ്റ് ക്ലാസ്സിൽ വരുന്നത് പാരലൽ ഫോം ഓഫ് റിയലൈസേഷൻ. സോ എ പാരലൽ ഫോം ഓഫ് റിയലൈസേഷൻ ഓഫ് an IIR filter can be obtained by performing expansion of h of z is equal to c plus summation k equal to 1 to n ck divided by 1 plus pk z inverse. സോ സി എന്ന് പറഞ്ഞാൽ അതിലൊരു കോൺസ്റ്റൻറ്റും പി കെ എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്ന പോൾസ് ആണ്. എന്താണ് പോൾസ് എന്ന് വെച്ചാൽ ഒരു പോളിനോമിയലിൻ്റെ പോൾസ്. അതായത് നമ്മളതിനകത്ത് എന്താ പറയുക, സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന 2, 3 അങ്ങനെയുള്ള പോൾസ് എ ബി എന്നിങ്ങൾ പറയുന്ന അതിൻ്റെ വാല്യൂസിനെയാണ് നമ്മൾ പോൾസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ നോർമലി ഒരു എന്താ പാരലൽ ഫോം ഓഫ് റിയലൈസേഷൻ ഇങ്ങനെയാണ് വരിക. വിച്ച് മീൻസ് എന്താ പറയുക, അതിനകത്തെ എച്ച് ഓഫ് സെഡ് അതെങ്ങനെയാണ് വന്നിരിക്കുന്നത്? എച്ച് ഓഫ് സെഡ് പാരലായിട്ടാണ് വന്നിരിക്കുന്നത്. അതായത് നമ്മുടെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ പാരലായിട്ടാണ് പാരലൽ ഫോം ഓഫ് റിയലൈസേഷനിൽ വരുന്നത്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. റിയലൈസ് ദ സിസ്റ്റം y of n is equal to 0.1 into y of n minus 1 plus 0.7 y of n minus 2 plus 0.7 x of n minus 0.25 into x of n minus 2. അതിൽ ചെറിയ മിസ്റ്റേക്സ് ഉണ്ട്. എക്സ് ഓഫ് സെഡിന് 0.72ഉം ഇത് 0.72 ആണ്, അതേപോലെ ഇത് 0.252 ആണ്. അപ്പോൾ നമ്മളിത് പാരലൽ ഫോമിൽ റിയലൈസ് ചെയ്യണം. സോ വി നോ ദാറ്റ് നമ്മുടെ ഇക്വേഷൻ തന്നിരിക്കുന്ന y of z is equal to minus 0.1 into z inverse into y of z plus 0.7 into z raised to minus 2 into y of z plus 0.72 into x of z minus 0.252 into x of z into z raised to minus 2. നമ്മളത് സെഡിൻ്റെ ഫോമിലേക്ക് മാറ്റി എഴുതി. നമുക്ക് എന്നിൻ്റെ ഇതിലാണ് തന്നിട്ടുള്ളത്, നമ്മൾ സെഡിൻ്റെ ഇതിലേക്ക് മാറ്റി എഴുതി. ആൻഡ് ദെൻ y of z by x of z എന്താണെന്ന് എഴുതാം. വൈയുടെ ഒരു സൈഡിലും എക്സിൻ്റെത് മറ്റൊരു സൈഡിലും എടുത്തിട്ട് y of z എന്താണെന്ന് എഴുതി. ദാറ്റ് ഈസ് ഈക്വൽ ടു h of z അല്ലേ. നമ്മുടെ h of z എന്ന് പറയുന്നത് y of z ഡിവൈഡഡ് ബൈ x of z ആണ്. ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം, നമുക്ക് ഡെഫിനിഷനിൽ തന്നിട്ടുണ്ടായിരുന്നു c പ്ലസ് 1 ഡിവൈഡഡ് ബൈ 1 പ്ലസ് പി കെ ഇൻറ്റു c പ്ലസ് സമ്മേഷൻ k ഈക്വൽ ടു 1 to n c k ഡിവൈഡഡ് ബൈ 1 പ്ലസ് പി കെ സെഡ് ഇൻവേഴ്സ്. ആ ഒരു ഫോമിലാണ് കണ്ടുപിടിക്കേണ്ടത്. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താണെന്ന് വെച്ചാൽ പോളിനോമിയൽ ഡിവിഷൻ ചെയ്യും. ഐ തിങ്ക് എവ്രി വൺ നോ ഹൗ ടു ഡു ദ പോളിനോമിയൽ ഡിവിഷൻ. സോ നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് ന്യൂമറേറ്റർ ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ, അതായത് ന്യൂമറേറ്റർ ഉള്ളിലും ഡിനോമിനേറ്റർ നമ്മൾ പുറത്ത് എഴുതും. അതാണ് നമ്മളിവിടെ എഴുതിയേക്കുന്നത്. മൈനസ് 0.252 സെഡ് റേസ് ടു മൈനസ് 2 പ്ലസ് 0.7 ഡിവൈഡഡ് ബൈ 0.72 ഇൻറ്റു സെഡ് റേസ് ടു മൈനസ് 2 പ്ലസ് 0.1 ഇൻറ്റു സെഡ് റേസ് ടു മൈനസ് 1 പ്ലസ് 1. ഇനി നമ്മൾ പോളിനോമിയൽ ഡിവിഷൻ ചെയ്യുമ്പോൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? ഹയസ്റ്റ് ഡിഗ്രി തൊട്ട് ലോവസ്റ്റ് ഡിഗ്രി വരെ എഴുതുക. അതുപോലെ ഡിനോമിനേറ്റർ പുറത്ത്, അതാണ് ഡിനോമിനേറ്റർ വെച്ചിട്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത്. അത് പുറത്ത് എഴുതുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത്? ഈ ഫംഗ്ഷൻ ഇതിനകത്ത് എത്ര പ്രാവശ്യം നോർമൽ ഒരു ഡിവിഷൻ ചെയ്യുന്ന പോലെ നമ്മൾ ചെയ്യുന്നു അല്ലേ. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ ഹയസ്റ്റ് ഡിഗ്രി വരുന്നത് 2 ആണ്, അല്ലെങ്കിൽ -2 ആണ്. സോ നമ്മൾക്ക് ഇവിടെയുള്ളതും -2 ആയത് കാരണം ഇവിടെ എന്തേ വരത്തുള്ളൂ? ഒരു നമ്പറേ വരത്തുള്ളൂ. ഇൻ കേസ് ഇഫ് യു മൾട്ടിപ്ലൈ ഇറ്റ് വിത്ത് 0.35 ഇൻറ്റു സെഡ്, വാട്ട് വിൽ ഇറ്റ് ബിക്കം? ഇറ്റ് വിൽ ബിക്കം മൈനസ് 0.252 ഇൻറ്റു സെഡ് റേസ് ടു -3 അല്ലേ. അപ്പം നമുക്കത് പോവത്തില്ല. എന്ന് വെച്ചാൽ അതിനേക്കാളും കൂടുതൽ ഡിഗ്രി ആയി, സെയിം ഡിഗ്രി വന്നാൽ മാത്രമേ നമുക്ക് അവിടെ ഓപ്പറേഷൻ നടത്താൻ സാധിക്കുള്ളൂ. സോ വാട്ട് വി ആർ ഡൂയിങ് ഈസ് വി ആർ മൾട്ടിപ്ലൈങ് ദിസ് പെർട്ടിക്കുലർ number, I mean this particular polynomial with a number so that we get the answer. അപ്പോൾ നമ്മളിവിടെ ഓരോ നമ്പർ മാറ്റി മൾട്ടിപ്ലൈ ചെയ്ത് നോക്കി. നമുക്ക് 0.35 വെച്ച് മൾട്ടിപ്ലൈ നോക്കിയപ്പോൾ എന്ത് കിട്ടി? നമുക്ക് 0.252. ഇത് നമുക്ക് കാൽക്കുലേറ്ററിൽ ചെയ്യാവുന്നതേ ഉള്ളൂ. 0.252 ഡിവൈഡഡ് ബൈ 0.72 നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? മൈനസ് 0.252 സെഡ് റേസ് ടു -2 കിട്ടി. ഇനി ബാക്കി മൾട്ടിപ്ലിക്കേഷൻ എങ്ങനെയാണ് വരുന്നത്? അതേപോലെ തന്നെ വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ ഇതിനെ 0.1 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 0.035. അവിടെ ബാക്കിയുള്ള എന്താ? സെഡ് റേസ് ടു -1 അത് അവിടെ എഴുതി. പിന്നെ 1 ഇൻറ്റു ചെയ്യുമ്പം 0.35 തന്നെ എഴുതും. ഇനി വരുന്നതാണ് നമ്മുടെ ഡിവിഷൻ അല്ലെങ്കിൽ സബ്ട്രാക്ഷൻ വരുന്നത്. ഇനി സബ്ട്രാക്ഷൻ്റെ കേസിൽ നമുക്ക് ഇവിടെ എന്താ പറയുക, 0.252 സെഡ് റേസ് ടു -2 പ്ലസ്
z⁻1ൻ്റെ ടേം ഇല്ല, ഡയറക്റ്റ് നമ്മൾ 0.7ലേക്കാണ് പോയിരിക്കുന്നത്. സോ നമുക്ക് z⁻1ൻ്റെ ടേം എന്താണെന്ന് നമുക്ക് പറയാം, 0 × z⁻1 എന്ന് പറയാം അല്ലേ. സോ ഇവിടെ സബ്ട്രാക്ട് ചെയ്യുന്ന സമയത്ത് സെയിം ഡിഗ്രിയിൽ നിന്ന് വേണം സബ്ട്രാക്ട് ചെയ്യാൻ. ഇപ്പോൾ ഇത് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, മൈനസ് എന്ന് വരുമ്പോൾ അത് പ്ലസ് ആയി, അത് 0 ആയി പോകും. ബാക്കി വരുന്ന 0 - 0.035 z⁻1 ആയത് കാരണം ഇവിടെ എന്ത് വരും, -0.035 z⁻1. ഇനി വരുന്നത് എന്താണ്, എഗെയിൻ 0.7 - 0.35 ദാറ്റ് വിൽ ബി +0.35. അപ്പോൾ ഇവിടെ നമുക്ക് ചെയ്തിട്ട് കിട്ടിയതിൽ നമുക്ക് ആൻസർ കിട്ടിയത്, നമ്മുടെ ഡിവിഷൻ്റെ ആൻസർ, അതായത് നമ്മുടെ നമുക്ക് കിട്ടിയ കോഷ്യൻ്റ് ആണ് നമ്മുടെ എന്ത്, h(z) അതായത് നമ്മുടെ C+ എന്ന് പറഞ്ഞ സംഭവമാണ് ഇത് 0.35. നമുക്ക് കിട്ടിയ ആൻസർ, നമുക്ക് ഡിവൈഡ് ചെയ്തപ്പോൾ കിട്ടിയ ആൻസറാണ് 0.35. അതുപോലെ നമുക്ക് കിട്ടിയ റിമൈൻഡർ ആണ് നമ്മൾ CK എന്ന സ്ഥലത്ത് എഴുതുന്നത്. റിമൈൻഡർ CK എന്ന സ്ഥലത്ത് എഴുതും. ബാക്കി നമ്മൾ ഇവിടെ എന്ത് വെച്ചാണോ ഡിവൈഡ് ചെയ്ത് അത് തന്നെ ഡിനോമിനേറ്റർ അങ്ങനെ തന്നെ എടുത്തെഴുതും. ഓക്കെ, അപ്പോൾ ഈ രണ്ട് കാര്യം നമുക്ക് പുതിയതായിട്ട് കിട്ടി. ഇനി അങ്ങനെ കിട്ടിയതിൽ നമ്മൾ ആ ഇക്വേഷൻ എഴുതി, അതിൽ നിന്ന് നമ്മൾ ചെയ്യേണ്ട എന്താണ്, ഇനിയും മറ്റതിൻ്റെ പാരലൽ ഫോമിൽ നമ്മൾ ചെയ്ത പോലെ ഇവിടെ ഈ ഇതിനെ നമ്മൾ മാറ്റി LCM HCM എടുത്തിട്ട് നമ്മൾക്കത് മൾട്ടിപ്ലൈ ചെയ്യുന്ന രീതിയിൽ എന്താ കോമണുള്ള ബ്രാക്കറ്റിൽ നമ്മൾ എഴുതി. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ പാർഷ്യൽ ഫ്രാക്ഷൻ നമ്മൾ ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ പാർഷ്യൽ ഫ്രാക്ഷൻ നമ്മൾ അപ്ലൈ ചെയ്യാണ്. സോ ദാറ്റ് വി ക്യാൻ ഫൈൻഡ് ദ വാല്യൂസ് ഓഫ് ദിസ് A and B എന്നൊക്കെ ഉണ്ടാവുക. ബിക്കോസ് എന്താണെന്ന് നമുക്കറിയാം, ഡിഗ്രി 2 ആണ്. ഓക്കെ, സോ നമ്മൾക്കിത് A and Bയുടെ വാല്യൂ കണ്ടുപിടിക്കാൻ നമുക്ക് ആ CK അവിടെ വെക്കാം, ബാക്കിയുള്ളതിനെ മാത്രം നമുക്ക് എടുത്താൽ മതി അല്ലേ. അതിന് മാത്രമാണ് പാർഷ്യൽ ഫ്രാക്ഷൻ ഇവിടെ വരുന്നത്. സോ അതിനെ നമ്മൾ ഇങ്ങോട്ട് എടുത്തെഴുതി, എന്നിട്ട് A/1 - ഇവിടെ കിട്ടിയ 1 - 0.8 × z⁻1 പിന്നെ B+1 /1 + 0.9 × z⁻1 വന്നു. അത് നമ്മൾ ഒന്നിച്ച് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് എഴുതുവാണെങ്കിൽ നമുക്ക് എങ്ങനെ വരും, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതുവാണെങ്കിൽ എങ്ങനെ വരും, A × 1 + 0.91 z⁻1 + B × 1 - 0.8 × z⁻1 is equal to 0.35 - 0.035 z⁻1. ഡിനോമിനേറ്ററും രണ്ടും കോമൺ ആണ് വരിക. Here you can see both the denominators are common, so the numerator will always be equal since the denominators are equal. Now we are applying that if the z⁻1 is equal to 0, what if it is 0? നമ്മൾ 0 ആയി പോയിട്ടുണ്ടെങ്കിൽ കുറേ ടേംസ് നമുക്ക് ക്യാൻസൽ ആയി പോകും. So we get 0.35 is equal to A + B, that is equation number 1, and 0.35 - 0.35 is equal to A × 1.9 + B × 0.2. I have done something other than that. അതുപോലെ z⁻1 0 കൊടുത്ത പോലെ കൊടുത്തപ്പോൾ നമുക്ക് കിട്ടിയതാണ് ഇത്, ഈ വാല്യൂ. ഫ്രം ദീസ് ഇക്വേഷൻസ് വി ഗെറ്റ് A is equal to 0.14 and B is equal to 0.206. അത് നമ്മൾ അവിടെ അപ്ലൈ ചെയ്യുന്നു. h(z) is equal to 0.35 plus A/by എന്നുള്ളിടത്ത് 0.14 / B / എന്നുള്ളിടത്ത് 0.206. So we get the equation as Z plus h1 of z plus h2 of z. ഇനി ഇതിൽ നിന്ന് നിങ്ങൾ ചെയ്യേണ്ടത്, നമ്മൾ എങ്ങനെയാണ് നമ്മുടെ നോർമൽ പാരലൽ ഇക്വേഷൻ നമ്മൾ എന്താ ഡയറക്റ്റ് ഫോം 2 വെച്ച് നമ്മൾ ചെയ്തില്ലേ, അതുപോലെ നമ്മളിത് ചെയ്യണം. അതായത് y1 of z divided by w1 of z plus w1 of z divided by x of z. അതാണ് ഫസ്റ്റത്തത് വരിക. അപ്പോൾ എങ്ങനെയാണ് വരുന്നത്, ഇനി ഇതിനകത്ത് y1 of z divided by w1 of z എന്ന് വെച്ചാൽ ന്യൂമറേറ്റർ ആണ്. സെക്കൻഡ് പാർട്ട് w1 of z divided by x of z എന്ന് പറയുന്നത് എന്താണ്, 1 divided by ഡിനോമിനേറ്റർ അങ്ങനെയാണ് വരിക. ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ പാരലൽ ഫോമിലായപ്പോൾ ഫസ്റ്റ് ഇതിൻ്റെ പാർട്ടിൻ്റെ ഇൻപുട്ട് എന്ന് പറയുന്ന എക്സും സെക്കൻഡ് പാർട്ടിനത് y1 ആയിരുന്നു. അതേപോലെ സെക്കൻഡ് പാർട്ടിൻ്റെ ഔട്ട്പുട്ട് y2ഉം സെക്കൻഡ് പാർട്ടിൻ്റെ ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ അവിടെ y1 ആയിരുന്നു. അതെ, ഈ എക്സ് എന്നുള്ളത് അവിടെ y1 ആയി മാറുമായിരുന്നു. പക്ഷെ നമുക്ക് ഇവിടെ അത് മാറുന്നില്ല. എന്താണ് പാരലൽ ഫോം എന്ന് പറയുമ്പോൾ നമ്മൾ ഒന്നിച്ചാണ്, നമ്മൾ കാസ്കേഡ് പോലെ അല്ല.
സോറി ഐ എം സോ സോറി, കാസ്കേഡ് ഫോമിൽ എന്താ വരുന്നത് എങ്ങനെയാണ്, y1 of z by w1 of z പ്ലസ് y1 of z w1 of z ഡിവൈഡഡ് ബൈ x of z എന്ന ഫസ്റ്റ് പാർട്ടിനും സെക്കൻഡ് പാർട്ടിനും y2 of z ഡിവൈഡ് ബൈ w2 of z പ്ലസ് w2 of z ഡിവൈഡഡ് ബൈ y1 of z എന്നാണ് വരുന്നത്. ബിക്കോസ് ഓരോന്നിനും നെക്സ്റ്റ് അതിൻ്റെ ഫസ്റ്റത്തിൻ്റെ ഔട്ട്പുട്ട് ആയിരിക്കും സെക്കൻഡ് ബ്ലോക്കിൻ്റെ ഇൻപുട്ട് വരുന്നത്. ബട്ട് ഹിയർ സിൻസ് ഇറ്റ് ഈസ് പാരലൽ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കാണാം ഇവിടെ എന്താണ് ഇൻപുട്ട് എന്ന് പറയുന്നത് സെയിം തന്നെയാണ്, എക്സ് ഓഫ് എൻ തന്നെയാണ് നമ്മൾ ഇവിടെ കൊടുത്തേക്കുന്നത്. So that you don't have to change the denominator into anything else. You can directly give x of z in the second part also. Okay. So now we are applying the equations. y1 of z divided by w1 of z is equal to 0.144 since it's equal to numerator. And solving it, we get y1 of n is equal to 0.144 into x of n. Again, w1 of z divided by x of z is equal to 1 divided by numerator. That will be this, and we get another equation. Similarly, h2 of z will be equal to 0.206 divided by 1 plus 0.9 into z raised to minus 1. അതുപോലെ അതെന്ന് വെച്ചാൽ എന്തായിരിക്കും, y2 of z ഡിവൈഡഡ് ബൈ w2 of z ഇൻറ്റു w2 of z ഡിവൈഡ് ബൈ എക്സ് ഓഫ് z. ശ്രദ്ധിക്കുക, ഇറ്റ് വിൽ ഓൾവേസ് ബി എക്സ് ഓഫ് z. മൂന്നെണ്ണം ഉണ്ടെങ്കിൽ അവിടെ എന്താ വരിക, ഇങ്ങനെ ഒരു ലൈനോടെ വരുമെന്നേ ഉള്ളൂ. ബട്ട് ഇറ്റ് വിൽ ഓൾവേസ് ബി എക്സ് ഓഫ് z itself. Now solving in the similar way, we get equations as y2 of z is equal to something and w2 of z is equal to something. Okay, we get 4 equations and we are drawing it in the ഗ്രാഫ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ആൻസർ വരുന്നത്. ഇനി നിങ്ങൾക്ക് 3 ഹോംവർക്ക് ഉണ്ട്. സിൻസ് യു ഹാവ് ബീൻ ഡൺ എനിത്തിങ് ഫ്രം കാസ്കേഡഡ്, ഐ എം ഗിവിംഗ് യു 2 ക്വസ്റ്റ്യൻസ് ഫോർ കാസ്കേഡ് ഫോം ആൻഡ് 1 ഫോർ ദിസ് പാരലൽ ഫോം. ഓക്കെ, കാസ്കേഡ് ഫോമിൻ്റെ ക്വസ്റ്റ്യൻ ഇതാണ്, ശ്രദ്ധിച്ചോ. 3 plus 3.6 into z raised to minus 1 plus 0.6 into z raised to minus 1. Sorry, I'm so sorry. Here the question is here it is 2. Okay, 3 plus 3.6 into z raised to minus 1 plus 0.6 into z raised to minus 2 divided by 1 plus 0.1 into z raised to minus 1 minus 0.2 into z raised to minus 2. That is cascade form, and another one for cascade form. And here it is y of n is equal to, it is minus. Okay, please note, it is minus 0.1, sorry, minus 0.1 into y of n minus 1. Please note, it is minus 0.1 into y of n minus 1 plus 0.2 into y of n minus 2 plus 3 into x of n plus 3.6 into x of n minus 1 plus 0.6 into x of n minus 2 into x of n minus 2. അപ്പോൾ ഇതാണ് ഇവിടെ വരുന്ന ക്വസ്റ്റ്യൻ. ശ്രദ്ധിക്കുക, ഇത് മൈനസ് ആണ്, അതുപോലെ ഇത് 3.6 ആണ്. ഓക്കെ, ഈ 3 ക്വസ്റ്റ്യൻസ് എനിക്ക് എത്രയും വേഗം ബിഫോർ ടുമോറോ ഈവനിങ് എനിക്കിതിൻ്റെ ആൻസേഴ്സ് കിട്ടണം. നിങ്ങൾക്ക് ഞാൻ കണ്ടിന്യൂ ചെയ്യാൻ തീരുമാനിക്കുന്നുവെങ്കിൽ. ഓക്കെ, ഐ വിൽ നോട്ട് ബി ഇൻട്രസ്റ്റഡ് ഇഫ് യു ആർ എന്താ പറയുക, പഴയ പോലെ ഇങ്ങനെ ഐഡിയലായിട്ട് ഇരിക്കുകയാണെങ്കിൽ ഐ വോണ്ട് ബി ഇൻട്രസ്റ്റഡ്. So please do these problems. Okay.